ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞാൽ ഒരു പൊളി വൈബ് തന്നെയാണ്. ഒരു സംഭവമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതായത് ജനുവരി 18-ാം തീയതി എടപ്പാള ഒരു സംഭവം നടന്നു. അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇങ്ങനെയുണ്ട്. ഇത് എടപ്പാള് കുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന വെടിക്കെട്ടാണ്. അതായത് 7 മണിക്ക് ഒരു കമ്മിറ്റിയുടെയും 8 മണിക്ക് രണ്ടാമത്തെ കമ്മിറ്റിയുടെ, അങ്ങനെ 2 വെടിക്കെട്ടുകളും. 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് തന്നെ തുടങ്ങി. 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് തന്നെ രണ്ടാമത്തെ വെടിക്കെട്ട് തുടങ്ങി. കൃത്യനിഷ്ഠത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാലിച്ച ഒരു കമ്മിറ്റി ഉണ്ടാവില്ല. അവിടെ ഈ വെടിക്കെട്ട് കാണാനായിട്ട് വിശാലമായൊരു പാടാണ്. ആ പാടത്തിന്റെ 4 കരയിലും ഒരുപാട് ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒത്തുകൂടിയത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് ആ വെടിക്കെട്ട് കാണാൻ പോയത്. ഏകദേശം 70 കിലോമീറ്റർ ഉണ്ട് ആ എടപ്പാള് ആ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഈ പാടത്തിന്റെ 4 കരയിലും ജനങ്ങൾ ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി മാത്രം ദൂര സ്ഥലങ്ങളിൽ നിന്ന്, ഞങ്ങൾ ഇരിഞ്ഞാലക്കുട നിന്ന് വന്നത് മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ. പക്ഷേ കോഴിക്കോട് നിന്നും അപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് പൊട്ടി തുടങ്ങിയപ്പോൾ ആദ്യത്തെ വെടിക്കെട്ടും മോശമല്ലായിരുന്നു. പക്ഷേ രണ്ടാമത്തെ കമ്മിറ്റിയിലെ വെടിക്കെട്ട് അസാധ്യം എന്ന് പറയാം. അതായത് ഈ വെടിക്കെട്ടിന് നമുക്കറിയാലോ, ഇത് പൊട്ടിച്ച് നോക്കാൻ പറ്റില്ല ഇതെങ്ങനെ പൊട്ടും എന്നുള്ളത്. ഇത് ഈ വെടിക്കെട്ടിന് അനുമതി കിട്ടി ആ ക്ഷേത്രത്തിൽ നിന്ന്. അതിനുള്ള ആ തിരി കത്തിച്ചതിന് ശേഷം മാത്രം ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെ പൊട്ടും എന്നുള്ളത്. അതിന്റെ കരവിരുത് അസാധ്യം തന്നെ കേട്ടോ, സമ്മതിക്കണം. വെടിക്കെട്ട് കലാകാരന്മാരെന്ന് തന്നെ പറയാം. ഇതിന്റെ പിന്നിൽ പണിയെടുക്കണം ഒരുപാട് പേരുണ്ട്. ആസ്വദിച്ചുകൊണ്ടാണ് അവർ ഈ പണി ചെയ്യണത്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് അവസാനം എന്ന് പറഞ്ഞാല് കുറെ കരിമരുന്ന് കൂട്ടിയിട്ട് കത്തിക്കാന്നൊക്കെ കുറെ പേര് പറയും. പക്ഷെ ഒരു അപകടം ഇല്ലാതെ ഒരെണ്ണം ഒന്ന് ചെരിഞ്ഞു പോയാൽ അവിടെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അപകടം പറ്റും. പക്ഷേ ഇതൊന്നും സംഭവിക്കാതെ വളരെ കൃത്യമായ ധാരണയോടുകൂടി ഒരു അപകടമില്ലാതെ വളരെ സുരക്ഷിതമായിട്ട് ആ വിശാലമായ പാടത്ത് പൊട്ടിക്കഴിഞ്ഞതിൻ്റെ അവസാന ആ കലാശക്കൊട്ടാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടത്. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ വെടിക്കെട്ടൊക്കെ നമ്മൾ ആസ്വദിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അനുഭവിച്ചറിയണം. ഇങ്ങനെ കേട്ട് കണ്ടല്ല, അത് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയണം. എങ്കിൽ മാത്രം നമുക്ക് ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പെറ്റിണങ്ങിയ അടുത്ത വെടിക്കെട്ടുള്ളിടത്തൊക്കെ ഒന്ന് പോയി കാണാം. അതിപ്പോൾ ദൂരെ നിന്ന് പോയാലും നഷ്ടമൊന്നുമില്ല. ഇനിയും ഒരുപാട് വെടിക്കെട്ടുകളുടെ സമയമാണ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻജോയ്.